ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പരീക്ഷയുടെ ദിവസമാണ്. ഇന്നലെ വ്ളോഗൊന്നും ചെയ്തില്ല, കാരണം പഠിത്തം തന്നെ പഠിത്തമായിരുന്നു. പക്ഷേ ഇത്തവണ പഠിത്തം ശരിയായില്ല. കുറേ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മുഴുകിപ്പോയത് കൊണ്ട് തന്നെ പഠിത്തം അത്രമേൽ ശരിയായില്ല. പക്ഷേ അറ്റവും മാലും പഠിച്ചിട്ടുണ്ട്, കുറേ പാസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് പാസ്സാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. പിന്നെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നു. ഈ ആഴ്ചയിലെ ആദ്യത്തെ പരീക്ഷ. ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കൂട്ടുകാരൻ കാലൊടിഞ്ഞിരിപ്പുണ്ട്, അവനെ പോയി കാണണം. കാലൊടിഞ്ഞിട്ടില്ല, ഒടിയുന്ന വക്കിലിരിപ്പുണ്ട്, അവനെ പോയി കാണണം. പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്തൊക്കെയെങ്കിലും ആവട്ടെ, ആദ്യം പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതിയിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കാത്തിരിപ്പിലാണ്. ഈ പൂവൊക്കെ വിരിയാനായിട്ട് എത്രയും വേഗം വിരിയട്ടെ. വിരിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതേപോലെ ഈ റോസും നല്ല രസമായിരിക്കും. അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് കാണാം. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പരീക്ഷ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 20 MCQs സിംഗിൾ ആൻസർ ആണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാസ്സാവാനുള്ളത് പാസ് ക്വസ്റ്റ്യനിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യം. അതുകൊണ്ട് തന്നെ 110% എനിക്ക് ഉറപ്പാണ് പാസ്സാവുന്നു. പിന്നെ പുള്ളിക്കാരി പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചോദ്യപേപ്പറിൽ നമുക്ക് ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അല്ല, ചോദ്യപേപ്പറിൽ നോക്കിയിട്ട് ഉത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിലായി എന്തായാലും പാസ്സാവുമെന്ന്. എന്നാലും റിസൾട്ട് ഒരു 3/4 മണിക്കൂറിൽ പറയും. വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിച്ചേക്കാം. അപ്പോൾ പരീക്ഷ ഇന്നത്തെ കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിന് പഠിക്കാനുണ്ട് ആവശ്യത്തിന്. അതിന് ഈ പരീക്ഷയിൽ ഉഴപ്പി കഴിഞ്ഞാൽ വട്ടത്തിൽ പൊട്ടും. കാരണം അത് ഇത്തിരി പാടാണ്. റീപ്രൊഡക്ഷനാണ് അടുത്ത സബ്ജക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റും ഇച്ചിരി എളുപ്പമാണ്. ഡയറ്റിക്സ് വലിയ പ്രശ്നമില്ല. പക്ഷെ റീപ്രൊഡക്ഷൻ പഠിക്കണം. അപ്പം അങ്ങനെയാണ് പരീക്ഷയുടെ കാര്യം ഇന്നത്തെ പോയി ഇരുന്നു. 1/2 മണിക്കൂറിൽ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കടയിലേക്ക് പോവുക. അതായത് നമ്മൾ ഔഷനിലേക്കാണ് ഇന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകണേ. അതൊക്കെ ഔഷനിൽ വിടും. ഔഷൻ പോവാം. അഷാനി കയറി, ഔഷനോ അവിടെ കയറി ആ ചാള മേടിച്ചു 19 സ്ലോട്ടിയുടെ. അതേപോലെ അതിന് തൊട്ടപ്പുറത്തേക്കാണ് 1599 ഈ വലിയ മീനും വാങ്ങിച്ചു. ഈ ആഴ്ച നമുക്ക് കുറച്ച് മീൻ സാധനങ്ങൾ മേടിക്കാം. മീൻ 2 ടൈപ്പ് മേടിച്ചിട്ടുണ്ട്. ചാള പോലത്തെ ഒരെണ്ണവും പിന്നെ ഈ ആന സാധനവും. പിന്നെ കുറച്ച് കപ്പലണ്ടി, ചെറുപയറിന് കിലോയ്ക്ക് 16 സ്ലോട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് ചെറുപയർ, പിന്നെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ബണ്ണ് മേടിച്ചിട്ടുണ്ട്. ഇത്തിരി മസാല ടച്ചുള്ള കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട്. എൻ്റെ പേര് എന്താണെന്ന് മറന്നുപോയി. പയറ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളാണ് മേടിച്ചേക്കണേ. ഇനിയും കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. നമ്മളെല്ലാം മേടിക്കും. പിന്നെ ഇന്ന് ഓഫർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഓഫർ. അതായത് നമുക്കും ദോഷമില്ല അവർക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള ഓഫറാണ് ഇന്നുള്ളത്. ഞാനപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. ഞാൻ സവോളയ്ക്ക് ഓഫർ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സവോളയ്ക്ക് ഓഫറില്ല. അതുകൊണ്ട് സവോള ഞാൻ വാങ്ങിച്ചില്ല. നമുക്ക് നമ്മുടെ അവിടെ അടുത്ത കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇവിടുത്തെ എത്ര കോഴിക്ക് മീറ്റ് സെക്ഷനിൽ മീറ്റിനൊക്കെ വില കൂടുതലാണ്. അതുകൊണ്ട് മീറ്റ് മേടിക്കുന്നില്ല. കുഴപ്പമില്ല. കോഴിക്ക് ഇവിടെ ഓഫറുണ്ടോ? ഇല്ല, കോഴിക്ക് അവിടെ ഓഫറില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓഫറുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഔഷധിലെ കാര്യങ്ങൾ. നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയും എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഏറ്റവും എളുപ്പത്തിൽ എക്സാമ്പിൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന പോർക്ക് പാക്ഡ് ആയിട്ടുള്ളതിന് 1290. ഇതേ സാധനം വിദ്രോഹെങ്കിൽ നമ്മൾ 6 സ്ലോട്ടിക്ക് മേടിക്കാറ്. ഇതേ സൈഡിൽ ഇറച്ചിക്ക് 6-7 സ്ലോട്ടിക്കാണ് നമ്മൾ മേടിക്കാറുള്ളത്. ഇതാണ് നമ്മൾ ഓഫർ നോക്കി മേടിക്കുക. ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചു. ഇനി പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ല. ഇവിടെ നിന്നൊന്നും നമുക്ക് മേടിക്കാനില്ല. യോഗട്ട് എടുത്തേക്കാം. ഒരു നല്ലൊരു ആശയമാണ് യോഗട്ട്. 7.35 ലാഭ. അത് ഒരെണ്ണെടുത്തു. ഇവിടുന്ന് ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം ശരി, ബൈ. അപ്പോൾ ഔഷനിൽ നമ്മൾ 68 സ്ലോട്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മേടിച്ചേക്കുന്ന സാധനങ്ങൾ. പയറ്, നമ്മുടെ പൊടികൾ മേടിച്ചിട്ടുണ്ട്. ഗാർലിക് പൊടി, ജിഞ്ചർ പൊടി, ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ വേഫർ മേടിച്ചിട്ടുണ്ട്. ബൺ ഐറ്റംസ്, കപ്പലണ്ടി, മീൻ, ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ മേടിച്ചേക്കണേ. കുഴപ്പമൊന്നുമില്ല. 68 സ്ലോട്ടി കൊടുക്കട്ടെ, വീട്ടിൽ പോട്ടെ. സന്തോഷം. ബൈ. സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല കാലാവസ്ഥ, പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. ആകെ മൊത്തത്തിൽ സന്തോഷം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും മീൻ മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായില്ലേ പോർക്ക് തന്നെ തിന്നണം. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് മീൻ മേടിച്ചേക്കണേ. ചാള പോലത്തെ ഒരു മീൻ, ചാള അഥവാ മത്തി, അഥവാ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പല പേരിലാണല്ലോ പറയപ്പെടുന്നത്. ആ മീൻ പ്ലസ് വേറെ ഏതോ ഒരു മീൻ.
അപ്പോൾ രണ്ടും കറിയാണ് വെക്കണം. നല്ല കൊടപ്പുളിയൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ ഒരു പുളി കിട്ടാഞ്ഞിട്ട് നാക്കിനൊക്കെ എന്തോ പോലെ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് മീൻകറി കഴിക്കാം നമുക്ക്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് പോയിട്ട് നമുക്ക് പോർക്ക് തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പോർക്ക് സ്റ്റേക്ക് ഉണ്ടാക്കണം. അതിന് പറ്റി മീറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കിലോ 2 കിലോ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി കണ്ടെന്ന് പിന്നേക്ക് പോയി കണ്ടാൽ മതി. അപ്പോൾ ആ സ്റ്റേക്ക് ഉണ്ടാക്കണം. കാരണം ഞാൻ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വെച്ചിട്ടായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, എന്തും ആവട്ടെ, നമ്മൾ മേടിച്ചു, നമ്മൾ ഉണ്ടാക്കും, നമ്മൾ കഴിക്കും. ഭക്ഷണം നശിപ്പിച്ച് കളയില്ല. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടി ആകുമ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് പോകണം. തിരിച്ച് പോയിട്ട് ഇതൊക്കെ വെട്ടി നുറുക്കി പാക്ക് ചെയ്ത് ഫ്രീസറിൽ കയറ്റണം. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പാസ്സായി. 5 ഇത്തവണ നമുക്ക് 4.5 ഉണ്ട്. സന്തോഷം. അധികം പഠിച്ചില്ലെങ്കിലും മാർക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇനി അടുത്ത പരീക്ഷ അടുത്തതായി വരും. അടുത്ത 2 ദിവസം കഴിഞ്ഞ് വരും. അതായത് വ്യാഴാഴ്ച. എന്തെങ്കിലും ആവട്ടെ, അതും നമ്മൾ പഠിക്കും. പറ്റിയാൽ പാസ്സാവും, പറ്റിയില്ലെങ്കിൽ പൊട്ടും, പിന്നെ എഴുതിയെടുക്കും. ആസ് ഈസി ആസ് ദാറ്റ്. പക്ഷെ പൊട്ടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് വേറെ സമയം ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടി വരും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് പൊട്ടാൻ ഇത്രയും ടെൻഷൻ. പൊട്ടുന്നതിൽ നമുക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ റിസൾട്ടൊക്കെ വന്ന് പലരും അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ പാസ്സാവണതിൽ പകുതിയിലും കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക്, അതല്ലാതെ ഓരോരോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോഴ്സ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ കുറേ പേര് പൊട്ടുന്നുമുണ്ട്. കുറേ പേരല്ല, കുറച്ച് പേരൊക്കെ പൊട്ടുന്നുണ്ട്. പൊട്ടുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരിക്കും. അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ട്രീറ്റ് ചെയ്യണത്, ചിലവർ ട്രീറ്റ് ചെയ്യണ രീതി അത്രയും മോശമാണ്. ഇത്രയും കാര്യമേ പറയാനുള്ളൂ. ഇത് 2025 കഴിവുള്ളവന് എന്തോരം വേണേലും പറക്കാം. നിങ്ങൾ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുക, പറന്ന് കയറാൻ നോക്കുക. കളിയാക്കുന്നവർ അവിടെ നിന്ന് കളിയാക്കും. അതിൽ ഒരു കാലത്തും അതിനൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10 ചുണ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ കളിയാക്കിയവർ തന്നെ നിങ്ങളുടെ പിന്നിൽ നിന്ന് കൈ അടിക്കുകയും ചെയ്യും. അപ്പോൾ ആ കൈ അടിക്കണത് നോക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, വളരെ. പൊട്ടലൊക്കെ പിന്നത്തെ കേസാണ്. നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ശ്രമിക്കാനുള്ള അവസരങ്ങളുണ്ട്. അവസരങ്ങൾ കണ്ടെത്തുക, പരിശ്രമിക്കുക, അങ്ങ് കയറി പോവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി ബിദ്രോങ്കയിലേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔഷനിൽ നിന്നും ഞാൻ ക്യാരറ്റും അതേപോലെ സവോളയും മേടിച്ചില്ല. അത് നമ്മുടെ അടുത്ത കട ബിദ്രോങ്കയിൽ നിന്ന് മേടിക്കാമെന്ന് വെച്ചു. കാരണം ഒരു സാമ്പാറും കൂടി ഒന്ന് പാസ്സാക്കണം. അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഓഫർ കാണിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ബിദ്രോങ്കയിൽ നിന്ന് അപ്പോൾ ക്യാരറ്റ്, തക്കാളി, ഉരുളൻകിഴങ്ങ്, സവോള മേടിച്ചു. പരിപ്പ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി പോയിട്ട് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറും പോർക്ക് സ്റ്റേക്കും സാലഡും അച്ചാറും പൊളിക്കും രാത്രി ഇന്ന്. നാളെ മീൻകറി. ഇനി ഞങ്ങളുടെ ആഘോഷം രാവുകളാണല്ലോ എല്ലാ ദിവസവും. അമ്മേ, അപ്പോൾ ഇത്രയും മേടിച്ചു. സന്തോഷം. ഇതിന് 8 സ്ലോട്ടി ആയിട്ടുള്ളൂ. ഇത് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് മറ്റോടത്ത് 60 എന്തെങ്കിലും ആവട്ടെ. പൊട്ടാനുള്ളതല്ലേ, പൊട്ടട്ടെ. എനിക്ക് നേരത്തെ പറഞ്ഞൊരു ചെറിയ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് പരീക്ഷ പൊട്ടി, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ചെയ്ത് സ്കില്ല് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, അത് ശരിയായില്ല, ഒന്നും ശരിയായില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തെറ്റില്ലാത്ത ക്യാമറ മേടിക്കുക, വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുക, ഡോക്യുമെൻ്റ് യുവർ ലൈഫ്. എപ്പോഴാണ് എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ വഴിയും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങനെയും ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. തോറ്റു കൊടുക്കാതിരിക്കുക. കീപ്പ് ഓൺ ട്രൈയിങ് അണ്ടിൽ യു സക്സീഡ്. അപ്പോൾ ഇനി പോയിട്ട് വൈകുന്നേരം മറ്റേ കൂട്ടുകാരനെ കാണാൻ പോകണം. തിരിച്ച് വീട്ടിലെത്തി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ മേടിച്ചോളുന്ന സാധനങ്ങളൊക്കെ പ്രശ്നക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരൊക്കെ വെട്ടി നുറുക്കി അടപ്പത്ത് കയറ്റാന്ന് വെച്ചു. അടപ്പത്ത് കയറ്റിയില്ല, ഫ്രിഡ്ജിൽ കയറ്റി. കാരണം ഇരുന്നൊന്ന് മാരിനേഷനൊക്കെ പിടിച്ച് സെറ്റ് ആവണം. എന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കും. ആദ്യത്തെ സാധനം ഇവിടെ മീൻ ഫുള്ള് ഇവിടെ 2 സെറ്റ് ചെയ്ത് വെച്ചേക്കണു. പിന്നെ വലിയ മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണു. അപ്പോൾ ആ കാര്യം നടന്നു. പിന്നെ നമ്മൾ മുന്ന് മേടിച്ച പോർക്കേട്ടൻ ഇവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണു. അതിനി അടപ്പത്ത് കയറ്റണം. അടപ്പത്ത് കയറ്റി തുടങ്ങി. ഇവിടെ വറുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പോർക്ക് സ്റ്റേക്ക് ഉണ്ട്, സാമ്പാർ ചേട്ടനുണ്ട്, ചോറുണ്ട്, അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇത്രയും ഹെവി ആയിട്ട് കഴിക്കുന്നത് പരീക്ഷാ സീസൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ ഉണ്ടാക്കി തീർക്കട്ടെ. ഏറെ നേരത്തെ പാചകത്തിനും കഷ്ടപ്പാടിനും ഒക്കെ ഒടുവിൽ ഫലം കിട്ടുന്ന ഒരു പരിപാടി. അതൊരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് കുട്ടപ്പനായി. അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയത് കണ്ടില്ലേ.
ഫുൾ അടുക്കള ക്ലീൻ ആക്കി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. കാണണ്ടേ നിങ്ങൾക്ക് എൻ്റെ സാമ്പാർ, കട്ട തൈര്, അച്ചാർ, പിന്നെ നമ്മുടെ സ്റ്റേക്കാണ് നമ്മുടെ മെയിൻ. ആ പീസ് അത്ര രസമില്ല. ഓക്കെ, ഓ മൈ ഗോഡ്. ഇപ്പം സ്റ്റേക്ക് ഇതിൻ്റെ ഒരു 2 പീസ് നമുക്ക് ഇത് വേണം. നമുക്ക് ഈ പീസ് എടുക്കാം, 2 പീസ്. വേറെ എന്ത് വേണം? ഒത്തിരി കരിഞ്ഞുണ്ടല്ലോ ഈ സൈഡ്. എങ്ങനെയുണ്ട്? ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാനായിട്ട് എത്ര മണിയാണെന്നറിയോ? 4:45. ഇപ്പോഴാണ് ഞാൻ ഇന്നത്തെ ആദ്യത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. എന്തെങ്കിലാവട്ടെ, കഴിക്കുന്നത് ലക്ഷറി ആയിട്ട്. അതന്നെ പരിപാടി. കാലത്ത് ഞാൻ എന്തോ കഴിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു ബണ്ണ് എന്തോ കഴിച്ചായിരുന്നു. വിഷയമുള്ള കാര്യമല്ല. ഫുഡ് ഉണ്ടാക്കി എത്ര നേരമായി എന്ന് അറിയില്ല പിന്നാലെ നടക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഒന്ന് കിടക്കുന്നു, ഇനി നമ്മൾ കൂട്ടുകാരനെ കാണാൻ പോകുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാനിരിക്കുന്നു. പരീക്ഷയുണ്ട്. അപ്പം ശരി. നമ്മൾ കാണാൻ വന്ന ആളെ കണ്ടു. ഞാൻ കാലൊടിഞ്ഞു എന്ന് വെച്ചെങ്കിലും അവൻ്റെ കാലൊടിഞ്ഞിട്ടില്ല. എടാ സാഗരം, എന്താ പറ്റിയ? മൈക്കിൽ നോക്കി പറ. അയ്യേ, എന്താ പറ്റിയെന്ന് പറ. ഒന്നുമില്ല, ജസ്റ്റ് ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരുത്തൻ്റെ കാലിലേക്ക് കയറി ബോൾ അടിച്ചതാ. ഇൻഷുറൻസ് കിട്ടിയാ? ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെല്ലാ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സും പേയ്മെൻറ്റ്സും നടത്തി. എനിക്ക് ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്യേണ്ടതും അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. രക്ഷപ്പെട്ടു അല്ലേ? ഇപ്പം കാലിലിട്ടിരിക്കുന്ന മറ്റേ ആങ്കിൾ ബ്രേസസും പിന്നെ വാങ്ങിയ മെഡിസിൻസിൻ്റെ പൈസ ക്ലെയിം ചെയ്യാൻ പറ്റും ഇൻഷുറൻസിൽ നിന്ന്. അപ്പോൾ അതും തിരിച്ചു കിട്ടും. ഓക്കെ, കാല് കാണിച്ചേ. കാല് കൂടി കാണിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എൻ്റെ ഉള്ളിലുണ്ട് കാല്. ഞാൻ ഒടിഞ്ഞു എന്നാ വെച്ചേ. എന്തായാലും ആവട്ടെ. പിന്നെ ഉമ്മാരും ഉണ്ട്. റോബി ഒരു ഹായ് പറയടാ. മാത്യു ഉണ്ട്. അവനെ ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ പോയിട്ടുണ്ട്. ഡ്രസ്സ് ഒന്ന് ചുമ്മാ കാണിക്കടാ. കവറിലുണ്ട്. കാശാരന്മാരൊക്കെ, ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൽ. പാവം, ദാരിദ്ര്യം. ആക്ഷനിലേക്ക് പോവാണ്. അവനെന്തോ സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ പോയി മേടിച്ചില്ലെങ്കിൽ മോശമല്ലേ? സാധനങ്ങൾ മേടിക്കട്ടെ പോയിട്ട്. ഞങ്ങൾ 4 മലയാളികൾ ഇവിടെ കയറി ഇറങ്ങുന്നു. അതൊക്കെ തന്നെ പരിപാടികൾ. അവന് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ. ഇവിടെ പുഷ്പം പോലെ നടക്കണ നടപ്പ് കണ്ടവൻ. നീ പറഞ്ഞൊന്നും കേട്ടില്ല. നിനക്ക് പറയണമെങ്കിൽ എന്നാ പറഞ്ഞു. അതിൻ്റെ ഉള്ളിലെ വേദന നിനക്കറിയില്ലോ, എനിക്കല്ലേ അറിയുള്ളൂ. വേദന ഇല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ 3 പേരും അവനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ധരി ചേച്ചിയുടെ പട്ടി. ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത് എക്സ്പ്രസ് ഓറിയൻ്റലിൽ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ വന്നു. 50% ഡിസ്കൗണ്ട് ഉണ്ട് സ്പെസിഫിക് ടൈമിൽ, ഞാൻ പറയാറുള്ളത് പോലെ. അപ്പോൾ വന്നു, കഴിക്കുന്നു, ഇനി തിരിച്ചു പോകുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ വികലാംഗനെ നമ്മൾ കണ്ടു, സന്തോഷം. അവനവിടെ ഇരിക്കുന്നു, ഇവനിവിടെ ഇരിക്കുന്നു, പിന്നെ ഞങ്ങളിവിടെ ഇരിക്കുന്നു. ഞങ്ങൾ പോകാൻ പോകുന്നു. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നമ്മൾ 4 പേർ ഇവിടെ ഉണ്ട്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.